അപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷം ട്രൈ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നു കോവിഡ് വന്നത്. അപ്പോൾ അത് വീണ്ടും ഒരു 2 ഇയറും കൂടെ എക്സ്റ്റെൻഡ് ആയിപ്പോയി. പിന്നെ എൻ്റെ വർക്കുണ്ട്. അപ്പോൾ എൻ്റെ വർക്കും കൂടെ നോക്കിയിട്ടാണ് അവൾക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം കുഞ്ഞിനെ നോക്കാൻ വേറെ ആരുടെ ഹെൽപ്പ് നമുക്കില്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവളുടെ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ജോലിയും കൂടെ നോക്കിയിട്ട് വേണമായിരുന്നു അവൾക്ക് ട്രൈ ചെയ്യാൻ. അപ്പം ഞങ്ങൾ നെടുമ്പാശ്ശേരിയിലോട്ട് 2022 ഓർ 2023 ഓർ 22 ഞങ്ങൾ ഷിഫ്റ്റായി. അപ്പോൾ അതിന് ശേഷമാണ് ഇവളെ ഒരു അംഗൻവാടി ചേർത്തു. അപ്പോൾ ഇവൾക്കൊരു സോഷ്യൽ മിംഗ്ലിംഗ് വളരെ കുറവായിരുന്നു, വളരെ കുറച്ചേ സംസാരിക്കുള്ളായിരുന്നു. അപ്പോൾ അതിനുശേഷം അവൾ അംഗൻവാടി വിട്ടതിന് ശേഷം തിരിച്ചു വന്നപ്പോഴാണ് അവൾക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ജോലിക്ക് പോകും, അവൾ തിരിച്ചു വന്ന് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വീണ്ടും ഒന്നുകൂടെ റീതിങ്ക് ചെയ്തത്, എന്തുകൊണ്ട് ഒന്നുകൂടെ ട്രൈ ചെയ്തുകൂടാ. ഇതിൻ്റെ ഇടയ്ക്ക് അവൾ പല പ്രോഗ്രാംസ് ചെയ്തിരുന്നു. ചെറിയ രീതിയിൽ ഷോർട്ട് ഫിലിം ഒന്നോ രണ്ടോ അഭിനയിച്ചു, പിന്നെ യൂട്യൂബ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കറിയാം ഇവൾക്ക് വളരെ ടാലൻറ്റഡ് ആണ് എന്ന് എനിക്കറിയായിരുന്നു. ഒരു വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരു പെൺകുട്ടി അല്ലായിരുന്നു അവൾ. ലക്ഷ്മി, വെൽക്കം ടു വൺ ടീം ടോക്സ്. അപ്പം എനിക്കൊന്നും ഒരു ഫോർമൽ അല്ല, ഒരു സെമി ഫോർമൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത്. സാധാരണ ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ ഫസ്റ്റ് പരിപാടി സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് എന്താണ് ഇപ്പോൾ ലക്ഷ്മി എന്താണ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് പഠിച്ചത്, ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ഒന്ന് പറയാമോ? ഞാൻ പഠിച്ചത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ, തിരുവല്ല, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്. അപ്പം എൻ്റെ നാട് മല്ലപ്പള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തുള്ള കോളേജിലാണ് പഠിച്ചത്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. 2016 പാസ് ഔട്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ജൂനിയർ ഓട്ടോ ഡെവലപ്പറായിട്ട് സിഡ്മെക് ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ. ഇപ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്നത് നെടുമ്പാശ്ശേരിയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും മോളുടെയും കൂടെ. ഓക്കെ, ഇത് പെർഫെക്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണല്ലോ. ഇതാണോ ഇൻ്റർവ്യൂവിന് പോയി പറയാറുള്ളത്? അല്ല. ശരി. 2007 വർഷം ബിടെക് പഠിച്ചിറങ്ങുന്നത്? 2016 ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബിടെക് കല്ലൂപ്പാറയായിരുന്നു, ബിടെക് CS ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ കാലെടുത്ത് വെച്ചത് എങ്ങോട്ടാ? എന്താണ് അത് കഴിഞ്ഞ് സംഭവിച്ചത്? ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഒന്നും ആയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ജാവ കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്തു. കൊല്ലത്താണ്. എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു 6 months അവിടെ, 6 months ഇല്ല, ഒരു 4 months അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഫേമിലേക്ക്, ജൂനിയർ ജാവ ഡെവലപ്പറായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ഫേമിലേക്ക് ചെല്ലുമായിരുന്നു. അപ്പം അത് 2016 നവംബറിൽ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ 2016 പഠിച്ചിറങ്ങി, ജാവയിലാണ് നമ്മൾ ആദ്യത്തെ അംഗം കുറിക്കുന്നത്. ഫസ്റ്റ് ജോബ് കിട്ടി എന്നെനിക്കറിയാം. ഫസ്റ്റ് ജോബ് കിട്ടുമെന്ന് ഇപ്പോൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ജോബ് നഷ്ടപ്പെടുന്നു ഡ്യൂ ടു സം റീസൺസ്. അത് ഭയങ്കര ഹേർട്ട് ബ്രേക്കിംഗ് ആയിരിക്കത്തില്ല ആ സമയത്ത്? കാരണം നമ്മൾ ആഗ്രഹിച്ച് ബിടെക്കൊക്കെ പഠിച്ച് ഇറങ്ങി, കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയൊക്കെ തപ്പിയെടുത്ത് കഴിയുമ്പോഴത്തേനും കിട്ടിയ ജോലി പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്തത്? അത് ഒരു നമ്മൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അവർക്ക് ആ ഒരു കയ്യിൽ വന്ന പ്രോജക്ട്സ് ലോസ് ആയിട്ട് അവർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഹൈദരാബാദിലോട്ടൊരു ഷിഫ്റ്റിംഗ് ഉണ്ട്. അപ്പം നമുക്കിപ്പം അങ്ങോട്ട് പോകാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് സൈൻ ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളൊരു തിങ്കിങ് ഇല്ലായിരുന്നു. അപ്പം അയ്യോ, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് ശരിക്കും ഒരു എങ്ങും എത്താത്തൊരു ബ്ലാങ്ക് ആയിരുന്നു, ടോട്ടലി ബ്ലാങ്ക് ആയിരുന്നു. അപ്പം 6 months വർക്കിംഗ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെയും വീട്ടിലോട്ട് തിരിച്ചു പോയിട്ട് 6 മാസത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയും വീട്ടിലോട്ട് തിരിച്ചു പോയിട്ട് വേറൊരു അങ്ങനെ ചെയ്യാൻ നമുക്ക് ഉദ്ദേശമില്ല. എങ്ങനെയും ഉടനെ അടുത്ത ജോബ് കണ്ടെത്തുക, ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനിയും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ ഒരു മാനസികാവസ്ഥയില്ല. അപ്പം അവിടെ നിന്നുകൊണ്ട് തന്നെ, ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള ജോബ്സിന് സെർച്ച് ചെയ്യുമായിരുന്നു. ജാവ ഫീൽഡിൽ തന്നെ ആദ്യം നോക്കി. പക്ഷെ വേക്കൻസി ഒഴിവാകുമ്പോഴല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ CH ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഓഫീസിൽ എത്തുന്നത്. അവരുടെ ഡെവലപ്പറിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. അവിടെ എത്തുമ്പോഴാണ് ഡെവലപ്പർ വേക്കൻസി അല്ല, മീൻസ് വേറൊരു പൊസിഷനിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നതെന്ന് അറിയുന്നത്. അപ്പം അതാണ് എൻ്റെ സെക്കൻഡ് ജോബ്. രണ്ടാമത്തെ ഘട്ടം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ആക്ച്വലി അവിടെ ഡെവലപ്പർ ആണെന്ന് പ്രതീക്ഷ നമ്മൾ ചെല്ലുന്നത്, ആ പൊസിഷൻ ആണെന്ന്. പക്ഷെ ചെന്നു അപ്ലൈ ചെയ്തു, അവർക്ക് വേറൊരു പൊസിഷനിലാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ അവിടെ കയറി. അപ്പോൾ അതും എഗെയിൻ ഒരു ഹെഡ് ബ്രേക്ക് ആയിരിക്കില്ല. കാരണം നമ്മൾ ഡെവലപ്പർ ആവാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ബിടെക് CS ഒക്കെ പഠിച്ചത്. അത് ജാവ പഠിക്കുന്നു, ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ നമ്മൾ നോൺ IT എത്തിപ്പെടുന്നു.
അപ്പോൾ അത് എടുക്കാൻ തീരുമാനിച്ച എന്തുകൊണ്ടാ? ഓക്കെ, എന്തായാലും കയറിയേക്കാൻ തീരുമാനിച്ച എന്തുകൊണ്ടാ? ഒരു എടുത്തുചാട്ടം തന്നെയായിരുന്നു അത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു 3-4 ഇന്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷെ അതൊന്നും കിട്ടിയില്ല. അപ്പം എല്ലാവരും ചോദിക്കുന്നത് 6 months കഴിഞ്ഞപ്പോൾ എന്തിനാണ് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദ്യം വരുമല്ലോ അല്ലേ? എക്സ്പീരിയൻസ് ഇല്ല, എന്നാൽ ഫ്രഷറും ആണ്, എന്നാൽ കംപ്ലീറ്റ് എക്സ്പീരിയൻസ്ഡും ഇതിന്റെ ഇടയ്ക്കത്തെ ഒരു സമയം ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര ടഫായിരുന്നു. അപ്പം ഈ കമ്പനിയിൽ ചെല്ലുന്നു. അപ്പം ഇവിടെ ഡെവലപ്പർ വേക്കൻസിയിലേക്കാളും കുറച്ചുകൂടി സാലറി കൂടുതലാണ്. അപ്പം എത്രയും പെട്ടെന്ന് അവിടെ ജോയിൻ ചെയ്യാം, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണ് അവർ നോക്കുന്നത്. അപ്പം എനിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ജോബാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് എടുത്തു ചാടി തന്നെ തീരുമാനിച്ചതാണ്. അന്നപ്പം അയ്യോ അബദ്ധമായി എന്നുള്ള തോന്നൽ അന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ജോയിൻ ചെയ്തൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തോന്നി. ബട്ട് എനിക്കത് പ്രശ്നമില്ലായിരുന്നു, ഞാനത് ഹാൻഡിൽ ചെയ്തു. ഞാനത് ഓക്കെ, എനിക്ക് ആ ജോബ് സെറ്റ് ആവും എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി. ഇപ്പോൾ പറഞ്ഞതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, അതായത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ ഇതിൻ്റെ കാര്യം. അപ്പോൾ ഈ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു തോന്നലൊക്കെ ആൾക്കാരെ എപ്പോഴും ഉണ്ടായി തുടങ്ങുന്നത്. അതായത് അതൊരു വലിയ ഫാക്ടർ അല്ലേ? അതായത് നമ്മൾ പഠിച്ചിറങ്ങുന്നു, നമുക്കൊരു ജോലി കിട്ടി, പിന്നെ പല കാരണങ്ങളും അതൊക്കെ മാറുന്നു. അപ്പോൾ ഈ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? അത് ഏത് സമയത്ത് അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയത്? പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ ആഗ്രഹിച്ച ആളാണ്. അതെ, എൻ്റെ അമ്മ വർക്കിംഗ് വുമൺ ആണ്. എൻ്റെ അച്ഛമ്മ ആയിക്കോട്ടെ, അച്ഛമ്മയ്ക്ക് അവിടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരിയും സെൽഫ് ഏണിംഗ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും സ്വന്തം കാലിൽ നിന്ന് കണ്ട് വളർന്നതാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ള എത്രയും പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആവുക, അച്ഛനെയും അമ്മയും ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ ഉള്ളൊരു മൈൻഡായിരുന്നു. അപ്പം പിന്നെ എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ് ഞാൻ, ആദ്യത്തെ എഞ്ചിനീയറാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അവരത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. അപ്പം എത്രയും പെട്ടെന്ന് ജോലി വേണം, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലോട്ട് ജോലി ഇല്ലാതെ പോകാൻ പറ്റില്ല, എനിക്ക് ജോബ് വേണം, ഏത് ജോബാണെങ്കിലും ഞാൻ സെറ്റിൽ ആവണം, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നത് പേരൻസ് എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് തീരുമാനിച്ചത് ഈ പറഞ്ഞ പോലെ അവർക്ക് ഇനി അവർക്കൊരു ഭാരം കൊടുക്കണ്ട എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ശരിക്കും ഈ ജോബ് എടുക്കുകയും ചെയ്യുന്നത് അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് പിന്നീട് കല്യാണാലോചനകൾ വരുന്നതും കല്യാണത്തിലേക്ക് എത്തുന്നതും. അപ്പം അങ്ങനെ ആ ജോബിൽ നിന്ന് നമ്മൾ മാറേണ്ട വരണോ ചെയ്തത്, അതോ അത് സ്വമേധയാ റിസൈൻ ചെയ്താണോ, എന്തായിരുന്നു പിന്നെ സംഭവിച്ചത്? റിസൈൻ ചെയ്യുമായിരുന്നു ജോബ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലുള്ളിലപ്പം ഒരു ഡെവലപ്പർ കിടപ്പുണ്ട്, ഉള്ളിനുള്ളിൽ കിടപ്പുണ്ട് സാധനം. അപ്പം ഞാൻ വിചാരിച്ചു, മീൻസ് ഏട്ടൻ വന്നപ്പം മംഗലാപുരത്താണ്. അപ്പം ജോബ് ഒന്ന് റിസൈൻ ചെയ്തിട്ട്, അപ്പം ഇത് മാരേജ് കഴിയുമ്പം കുറച്ചുകൂടെ നമുക്ക് വീട്ടുകാരുമായിട്ട് ഇച്ചിരി ഒരു ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുമല്ലോ. അപ്പം ഇനിയും ഹസ്ബൻഡ് കൂടെ ആണെങ്കിലും നിന്നിട്ട് പിന്നെയും പഴയ പോലെ തന്നെ കരിയർ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാം, ഡെവലപ്മെന്റ് ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കാം, അങ്ങനെ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നല്ല ജോബ് സെർച്ച് ചെയ്യാമല്ലോ എന്നുള്ള ഒരു തോട്ട് മൈൻഡിൽ വന്നു. അപ്പം എന്തായാലും എനിക്ക് നൈറ്റ് ഷിഫ്റ്റും കൂടെ ആയിരുന്നു, സെക്കൻഡ് ജോബ് എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം ഹെൽത്ത് തന്നെ നല്ലൊരു വഴിയായിരുന്നു. അപ്പം പിന്നെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് ജോബ് ചെയ്യാം, ഇനി ജോബ് നോക്കാം എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് വന്നു. എന്തായാലും റിസൈൻ ചെയ്യണമായിരുന്നു, അങ്ങനെയാണ് റിസൈൻ ചെയ്തത് ജോബ്. എന്നിട്ട് മാരേജ് കഴിഞ്ഞു? ഞാൻ മാരേജ് കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഓട്ടോമാറ്റിക്കലി അത് കഴിഞ്ഞപ്പോൾ പിന്നെ മാരേജ് കഴിയുന്നു, കുട്ടി ആവുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ആയിരിക്കും കോവിഡ് വരുന്നുണ്ടാവുക മിക്കവാറും അല്ലേ? അപ്പോൾ അത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത് ലക്ഷ്മി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 1 year 2 പ്രൊഫൈലിൽ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ റീസൺസ് കാരണം നമുക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരുന്നു. മാരേജ് കഴിയുന്നു, കുട്ടിയാവുന്നു, ഇതിനിടയ്ക്ക് കോവിഡ് എന്ന് പറഞ്ഞ സാധനം വന്ന് വിടുന്നു. അതിനുശേഷം നമുക്ക് ഉറപ്പായിട്ട് ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പോസ്റ്റ്മോർട്ടം ഇഷ്യൂസൊക്കെ ഉണ്ടാവാം, നമുക്ക് എത്താൻ പറ്റാത്ത ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റിയില്ല. ആ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? അല്ലെങ്കിൽ അതോ ആ സമയത്തും എങ്ങനെയായിരുന്നു ഫാമിലിയുടെ സപ്പോർട്ട്, എസ്പെഷ്യലി ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടൊക്കെ ആ സമയത്ത് എങ്ങനെയായിരുന്നു? ഞാൻ പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞപ്പം ആദ്യം ഭയങ്കര വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് ബെഡ് റെസ്റ്റിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അപ്പോഴത്തേക്കും പിന്നെ ഈ ജോബ് വേറെ തിങ്കിങ് ഒന്നും ഇല്ല. അപ്പം സേഫ് ഡെലിവറി എന്നുള്ള ഒരു തിങ്കിങ് ആയിരുന്നു, അത് മാത്രമായിരുന്നു. പിന്നെ അപ്പം ഇനിയും കുഞ്ഞായി, അപ്പം അവൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞിന് വേണ്ടിയിട്ട് അവൈലബിൾ ആവണം കുറച്ച് നാളത്തേക്ക്. അപ്പം അവളെ ഇട്ടിട്ട് ജോലിക്ക് പോവുക, അങ്ങനെ. അപ്പം മീൻസ് എൻ്റെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും വർക്കിംഗ് ആണ്. അപ്പം എനിക്ക് കുഞ്ഞിലെ ഞാൻ എൻ്റെ അച്ഛമ്മയുടെ കൂടെയും അല്ലെങ്കിൽ അമ്മൂമ്മയുടെ കൂടെ ഒക്കെ ആയിരുന്നു. അപ്പം
അപ്പം എനിക്ക് വേണ്ട സമയത്ത് അമ്മ അന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്, അവർക്ക് ജോബിന് പോയേ പറ്റുള്ളൂ. അപ്പം എനിക്ക് വേണ്ട സമയത്ത് അവർ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ പറയും, എനിക്ക് കുട്ടി ഉണ്ടാകുമ്പം ഞാൻ അവളുടെ അല്ലെ കുട്ടിയുടെ കൂടെ തന്നെ കാണും, സ്പെൻഡ് ചെയ്യും. കുറച്ച് അവർക്ക് വേണ്ട സമയമെങ്കിലും, ചെറിയ പ്രായത്തിൽ ഒരു അമ്മയുടെ പേരൻസിന്റെ കെയർ എന്തായാലും വേണമല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു സമയത്ത് അവരുടെ കൂടെ അവൈലബിൾ ആയിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം പിന്നെ ബെഡ് റെസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇതായി, ഇതൊന്ന് സേഫായിട്ട് കുഞ്ഞിനെ കിട്ടണം, പിന്നെ കുറച്ച് സമയം അവളുടെ കൂടെ തന്നെ ഒരു പ്രായം വരെ വേണം എന്നുള്ളൊരു തിങ്കിങ് വന്നു. അപ്പം കോവിഡ് വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ശരിക്കും വീട്ടിലിരിക്കാൻ പറ്റി. അതെ, വീട്ടിലിരിക്കാൻ പറ്റി, കുട്ടിയുടെ കൂടെ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അന്നപ്പോ ഒന്നും ജോബിന്റെ കാര്യമൊന്നും എന്നെ അലട്ടിയില്ല, തിങ്ക് ചെയ്തില്ല. അതൊരു കണക്കിന് നന്നായി, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് കൂടെ തലയിൽ. പക്ഷെ എനിക്ക് കുറച്ച് അവളുടെ കൂടെ കുറച്ചുകൂടെ അവൈലബിൾ ആവാൻ പറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് പിന്നീടൊന്ന് തിരിച്ചു വരണം, ഒരു കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം തോന്നി തുടങ്ങിയത് ഏത് സമയത്തൊക്കെ മുതലാണ്? ഞങ്ങൾ മോൾക്കൊരു 3 വയസ്സായപ്പം നെടുമ്പാശ്ശേരിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതുവരെ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു, കോട്ടയം ഈരാറ്റുപേട്ട അവിടെ തന്നെയായിരുന്നു. മോൾക്ക് 3 വയസ്സായപ്പം ഞങ്ങൾ നെടുമ്പാശ്ശേരി ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ കോവിഡിൻ്റെ റീസണൊക്കെ ആയതുകൊണ്ടും കുട്ടിക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ഷൻ വളരെ കുറവായിരുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു ചേഞ്ചും ആവട്ടെ എന്ന് കരുതിയാണ് നമ്മൾ നെടുമ്പാശ്ശേരിക്ക് ഷിഫ്റ്റ് ആയത്. അപ്പം മോളെ അവിടെ അടുത്തുള്ള ഒരു അംഗനവാടിയിൽ ചേർത്തു, കുറച്ചുകൂടെ ഒന്ന് സോഷ്യൽ ലൈഫൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പം അവൾ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു തിരിച്ചു വന്നിട്ട് എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. വെറുതെ ഇരിക്കാൻ. മോള് പോയി, ഹസ്ബൻഡും ഡ്യൂട്ടിക്ക് പോവും, എനിക്ക് പിന്നെ വേറൊന്നും ചെയ്യാനില്ല. അപ്പോഴാണ് നമുക്കൊരു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. അന്നപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് എന്ന് പറയുന്ന വേറെ ഒരു രീതിയിലാണ്. കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പെട്ടെന്ന് ഡിപ്രഷനിലോട്ട് പോകാനും പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനെ ഇമോഷണലി ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മോള് സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് റീതിങ്കിങ് ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു പീരീഡ് എത്തിയപ്പോഴത്തേനും ഏതാണ്ട് കരിയറിന് ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 6 വർഷം 7 വർഷം ആയിട്ടില്ല. 2016 പഠിച്ചിറങ്ങി, പിന്നെ 1 വർഷം വർക്ക് ചെയ്തെങ്കിലും പിന്നെ ഒരു 7 years ഗ്യാപ്പായി. അപ്പോൾ അപ്പോഴാണ് വൺ ടീമിൽ വിളിക്കുന്നത്, രഞ്ജിത്തിനെ വിളിക്കുന്നത് ആദ്യം എന്ന് പറയുന്നത്. അപ്പോൾ രഞ്ജിത്തിനെ സംസാരിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നിയത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് അവിടെ? അതായത് ഒന്ന് അവിടെ നിന്ന് ഇറങ്ങണം എന്ന് തോന്നിയത് ലക്ഷ്മി തന്നെയാണ്, ഇരുന്നാൽ പറ്റൂല എന്ന് തോന്നി, അത് നല്ല ഡിസിഷൻ ആയിരുന്നു. രഞ്ജിത്തിനെ വിളിക്കുന്നു, പിന്നെന്താ സംഭവിച്ചത്? ഞാൻ രഞ്ജിത്തിനെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് IT ഫീൽഡുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പോയി. ഒരു 6 years 7 years ഗ്യാപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഗ്യാപ്പ് അല്ല, ഒരു ടെക്നോളജി നോക്കുവാണെങ്കിൽ. അപ്പം രഞ്ജിത്തിനെ കോണ്ടാക്ട് ചെയ്യുമ്പം രഞ്ജിത്തിനോട് ഞാൻ ആദ്യം ചോദിച്ചു, ഞാൻ 2016 പാസ് ഔട്ടാണ്, അപ്പം ഇപ്പോഴത്തെ കുട്ടികളിലൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ, എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ ജോബിന്? അപ്പം അങ്ങനെ രഞ്ജിത്തിനെ കോണ്ടാക്ട് ചെയ്തപ്പം രഞ്ജിത്ത് പറഞ്ഞു 2016 ഒന്നും ഒരു വിഷയമല്ല, ലക്ഷ്മി അത് വെച്ചിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ വൺ ടീം എടപ്പള്ളി ഓഫീസ് എനിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പെട്ടെന്ന് എത്താം. അപ്പം നമുക്കെല്ലാം ഓക്കെ ആണെന്നുള്ള ഒരു ഇത് വന്നുകൊണ്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്തത്. അങ്ങനെയാണ് വൺ ടീമിൽ പൈത്തൺ പഠിക്കാൻ തീരുമാനിക്കുന്നത്. എടപ്പള്ളി ബ്രാഞ്ചിൽ സുനിതയായിരുന്നു ട്രെയിനർ. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എടുക്കാനും എളുപ്പമല്ല, അതായത് സ്റ്റിൽ ഡിസിഷൻ എടുത്തു, പൈത്തൺ പഠിക്കാൻ തീരുമാനിച്ചു, ഇറങ്ങാം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര പാടല്ലേ? കാര്യം നിങ്ങൾ 3 പേരും കൂടെ മാത്രമാണ് താമസിക്കുന്നത്. യു ഷുഡ് റൺ എ ഫാമിലി വിത്ത് യുവർ ഹസ്ബൻഡ്. കുട്ടിയെ സ്കൂളിൽ വിടണം, ഡെയിലി ഉള്ള ട്രാവലിങ്, നെടുമ്പാശ്ശേരി എടപ്പള്ളി വരണമെങ്കിലും എനിക്കറിയാം ട്രാഫിക് എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത്, തിരിച്ചു പോകണം, കുട്ടി സ്കൂളിൽ വരുമ്പോൾ തിരിച്ചു എത്തണമായിരിക്കും. അപ്പോൾ ഈ ഒരു പീരീഡ് ഡിസിഷൻ എടുക്കാൻ എളുപ്പമാണെങ്കിലും ഇതിൻ്റെ എക്സിക്യൂഷൻ ഭയങ്കര പാടല്ല. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തെടുത്തേ? 6 മാസം ഇൻവെസ്റ്റ് ചെയ്യണം പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. എൻ്റെ ഹസ്ബൻഡും കൊച്ചും ഒരേപോലെ സപ്പോർട്ട് ഉണ്ട്. പേര് പറഞ്ഞു. അതെ, എൻ്റെ ഹസ്ബൻഡ് അരവിന്ദ് ജി, പുള്ളി സിയാൽ എയർപോർട്ടിൽ എയർ ട്രാഫിക് കൺട്രോളറായിട്ട് വർക്ക് ചെയ്യാണ്. മോള് ജാൻവി ഇപ്പൊ UKG പഠിക്കുന്നു. അപ്പം അവര് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏട്ടനാണ് ശരിക്കും പറഞ്ഞാൽ ഫുൾ മോട്ടിവേഷൻ. നീ പൊക്കോ, നിനക്ക് ഇത്രയും കഴിവുണ്ടായിട്ട് നീ വെറുതെ ഇരിക്കേണ്ട ആളല്ല, പൊക്കോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം എന്നെക്കാട്ടിലും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഏട്ടനാണ്. അപ്പോൾ എടപ്പള്ളി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ
എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം വേണമെന്ന് ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് 12 to 1:30 ആയിരുന്നു എനിക്ക് ഉള്ള ബാച്ചിൻ്റെ ടൈം. അപ്പം മോളെ വിട്ടിട്ടാണെങ്കിലും എനിക്ക് 12 o'clock ആകുമ്പോഴത്തേക്ക് ഓഫീസിലെത്താം. പിന്നെ 1:30ക്ക് ക്ലാസ് കഴിഞ്ഞാലും എനിക്ക് ഒരു മോളുടെ ബസ് വരുന്നത് 4 o'clock എനിക്ക് അതിന് മുമ്പ് തിരിച്ചെത്താം. പിന്നെ ഏട്ടൻ്റെ ആണെങ്കിലും ഷിഫ്റ്റ് ഡ്യൂട്ടിയാ. അപ്പം മോർണിംഗിൽ പോയാലും 1 o'clock ഏട്ടൻ വീട്ടിൽ കാണും. അപ്പം എങ്ങനെയാണോ അവൈലബിൾ ആവും. മോൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ അവൈലബിൾ ആവും. അതിപ്പോഴും ഞങ്ങൾ ഉറപ്പുവരുത്താറുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈമിംഗ് കിട്ടി. പിന്നെ മോളെ ഉറക്കി കഴിഞ്ഞിട്ട് അവള് വൈകുന്നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ വർക്ക് ചെയ്യും. ഇനി ആക്ച്വലി ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ് തോന്നി, ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ? അതായത് രണ്ടുപേരും വർക്ക് ചെയ്യുന്നു, അരവിന്ദ് അതിന് ഏർലി ഷിഫ്റ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തിരുന്നത്? സാർ, എനിക്ക് ഒരു ജോബ് വേണം എന്നുള്ളത്, ഇനിയിപ്പം ഇത്ര ഏജായി, എനിക്കൊരു ജോബ് കിട്ടിയേ തീരൂ. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ബാക്കിയെല്ലാം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എല്ലാം അനുകൂലമായിട്ട് വന്നു. ഏട്ടനാണേലും ഭയങ്കര സപ്പോർട്ടീവ്, ഏട്ടൻ്റെ ഷിഫ്റ്റും കൺവീനിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിട്ട് തന്നെ വന്നു. ഓക്കെ. അപ്പോൾ വൺ ടീമിൽ വരുന്നു, പൈത്തൺ പഠിക്കാൻ തുടങ്ങുന്നു, സുനിതയായിരുന്നു ട്രെയിനർ. എങ്ങനെയുണ്ട് വൺ ടീമിൽ ആ ഒരു 6 മാസത്തെ കാലയളവ് എന്ന് പറയുന്നത്? ആദ്യം ചെന്നപ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ടെൻഷൻ്റെ ആവശ്യമേ വന്നില്ല. സുനിത മാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് കുറച്ചുകൂടെ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും വാട്സാപ്പ് ത്രൂ ആണെങ്കിലും എല്ലാം ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ കുറച്ചുകൂടെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എന്നോട് സുനിതൻ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ലക്ഷ്മി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു, ടെക്നോളജിക്കലിയും എപ്പോഴും പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഈ ഗ്യാപ്പ് ഉണ്ടായതിൻ്റെ ഒരു പ്രശ്നം അനുഭവപ്പെട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ഇതിൻ്റെ ഇടയ്ക്ക് വൺ ടീമിൽ വരുന്നു, കോഴ്സ് പഠിക്കുന്നു എന്നുള്ളപ്പം തന്നെ ഇത് എങ്ങനെയൊക്കെയായിരുന്നു ഒരു തിരിച്ചു ചെന്നാൽ എന്തൊക്കെയാണ് ലക്ഷ്മി എടുത്തുകൊണ്ടിരുന്ന എഫേർട്സ് എന്തൊക്കെയാണ്? ഞാൻ ഇത് പറഞ്ഞ പോലെ ഞാൻ വന്നിരുന്ന നൈറ്റ് എനിക്ക് സമയം കിട്ടുമ്പം ഞാൻ വർക്ക് ചെയ്യായിരുന്നു. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഇത് മാറ്റി വെച്ചതാണ്, പണ്ട് ഡെവലപ്മെന്റ്സ് ആയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇനി എനിക്ക് എങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് പഠിക്കുകയും ചെയ്യുന്നല്ലേ? അതെ. ജാവ ബേസിക്സ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കോഡിങ് കുറച്ചുകൂടെ താല്പര്യമുണ്ട്. അതാണ് ആദ്യത്തെ കാര്യം. കോഡിങ് ഇഷ്ടമായതുകൊണ്ട് കുറച്ചുകൂടെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇന്റർവ്യൂസിനൊക്കെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് തരുന്നതൊക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അല്ലെ നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരുന്നില്ലെങ്കിൽ മറന്നുപോകും. എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് കുറേ പ്രൊജക്ട്സ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത് എല്ലാം തന്നെത്താൻ ചെയ്യുമായിരുന്നോ, അതോ ഈ സുനിത ട്രെയിനർ തരുന്ന പ്രൊജക്ട്സ് അസൈൻമെന്റ്സ് മാത്രമല്ലാതെ തന്നെത്താൻ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു? എങ്ങനെയൊക്കെയാണ് അന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ചെയ്യുമായിരുന്നു. ഓക്കെ. അത് ഗൂഗിളിൽ നിന്നൊക്കെ ചെയ്യുമായിരുന്നു, തന്നെത്താൻ ചെയ്ത് നോക്കുമായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് പ്ലേസ്മെന്റിലേക്ക് വരുന്നു. അപ്പോൾ പ്ലേസ്മെന്റിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു 3-4 ഇന്റർവ്യൂസിനൊക്കെ പോയിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് ജോബ് കിട്ടുന്നത്? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. എനിക്ക് എല്ലാ മാസവും ഓരോ ഇന്റർവ്യൂസ് വരുന്നുണ്ടായിരുന്നു, റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നമ്മുടെ ആദ്യത്തെ ടെൻഷൻ ശരിക്കും ആയിരുന്നു തോന്നുന്നു അല്ലേ? റെസ്യൂമേ കിട്ടുമോ, ഷോർട്ട് ലിസ്റ്റ് ആവുമോ എന്നുള്ളത്. കാര്യം 6 ഇയേഴ്സോളം ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ഇന്റർവ്യൂസ് വരാൻ തുടങ്ങി. അപ്പോൾ ലക്ഷ്മി, ഇനിയിപ്പോൾ ലക്ഷ്മിയെ പഠിപ്പിച്ച സുനിതയ്ക്ക് ഒരു ചോദ്യമുണ്ട്. സുനിത ഒരു ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സുനിതയുടെ ഒരു ചോദ്യം ഞാൻ കാണിക്കാം ലക്ഷ്മിയെ. അപ്പോൾ അതൊന്ന് കേട്ടു നോക്കാം, നമുക്ക് എന്താണ് അതിൻ്റെ ഉത്തരം. ലക്ഷ്മി തന്നെ പറയും, ഞാൻ കാണിക്കാം. ഹായ് ലക്ഷ്മി, എനിക്ക് ലക്ഷ്മിയോടുള്ള ചോദ്യം ഇതാണ്. ലക്ഷ്മി ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു 5-6 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ പ്ലേസ്ഡ് ആവുമോ എന്നുള്ള ഒരുപാട് കൺസേൺസുമായിട്ടാണ് ലക്ഷ്മി ഇവിടെ ജോയിൻ ആയത്. പക്ഷേ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആസ് എ ട്രെയിനർ ലക്ഷ്മി ഇത്രയൊരു കരിയർ ഗ്യാപ്പ് ഉള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല. കോഡിങ്ങിൽ അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു, പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു ഗ്യാപ്പിലും ലക്ഷ്മി എങ്ങനെയാണ് ആ ഒരു ടച്ച് വിടാതെ അത് മെയിൻറ്റെയിൻ ചെയ്തത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതെ, അതറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ എന്താണ് ലക്ഷ്മിക്ക് പറയാനുള്ളത്? അതായത് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എന്ത് തോന്നുന്നു? ഇയർ ഗ്യാപ്പിൽ ശരിക്കും പറഞ്ഞാൽ കോഡിങ്ങായിട്ട് ഒരു ടച്ചും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് ആ കോഴ്സിന് ജോയിൻ ചെയ്തപ്പം എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പണ്ടത്തേലും കൂടുതൽ മേ ബി 6 months നേരത്തെ വർക്ക് ചെയ്തിരുന്നോണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ജാവയുടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല പൈത്തൺ. കുറച്ചുകൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ അത്യാവശ്യം വർക്ക് ചെയ്തു. കാരണം ഇനിയും വേറൊരു
അതെ, അത് പറയാൻ മടിയൊരു കാര്യം, പണിയെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ബേസിക്. അതെ, അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ. ഈ പ്ലേസ്മെന്റിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, പ്ലേസ്മെന്റ് ഇപ്പോൾ ലക്ഷ്മി എനിക്കൊന്ന് 5ാമത്തെ ഇന്റർവ്യൂവിലാണ് പ്ലേസ്ഡ് ആവുന്നതാണ് എനിക്ക് മനസ്സിലായത്. ആദ്യത്തെ 2-3 പോയി, ഒന്നും വർക്കായില്ല. ഇത് ആക്ച്വലി പല കുട്ടികളും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. അതായത് 2 ഇൻ്റർവ്യൂവിന് പോവും, കിട്ടില്ല, അപ്പോൾ ഡീമോട്ടിവേഷൻ വരും. അയ്യോ ഇത് പറ്റില്ല, ഇനി ഇപ്പോൾ പാടായിരിക്കും എന്നൊക്കെ തോന്നിയത്. പക്ഷെ അവിടെയും ലക്ഷ്മി വിട്ടുകൊടുത്തില്ല. അതായത് നമ്മൾ ഡീമോട്ടിവേഷൻ സാധനമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് ഒരു മോട്ടിവേഷൻ കീപ്പപ്പ് ചെയ്തത്? എങ്ങനെയാണ് ഇനിയും തോറ്റാലും കുഴപ്പമില്ല പോവും എന്നുള്ള ഇതിലേക്ക് വന്നത് എങ്ങനെയാണ്? സാർ, ഞാൻ പറഞ്ഞല്ലോ, റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആവുന്നത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. അപ്പം എൻ്റെ ബാച്ചിൽ കൂടെ പഠിച്ച കുട്ടികളുടെ തന്നെ റെസ്യൂമേഴ്സ് ഒന്നും ഷോർട്ട് ലിസ്റ്റ് ആവുന്ന പോലും ഇല്ല. എനിക്ക് മാത്രം ഇൻ്റർവ്യൂസ് വിളിച്ച സമയങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എറണാകുളം മാത്രമേ പറ്റുള്ളൂ, ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഓരോ ഇൻ്റർവ്യൂസും ഞാൻ അത്രയും സീരിയസ്നെസ്സോടെ തന്നെ എടുത്തത്. അപ്പം ഓരോ ഇൻ്റർവ്യൂസ് കഴിയുമ്പോഴും എനിക്ക് മീൻസ് പറയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വന്നിരുന്ന് വർക്കൗട്ട് ചെയ്യും. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയാൻ പറ്റാതെ പോകും. ഒരു പ്രോപ്പർ ഡെഫിനിഷൻ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ കാണില്ല. നമുക്ക് ഉള്ളിൽ അറിയായിരിക്കും, പക്ഷെ അതിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പം അതിന് പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ച് ഞാൻ അത് പ്രിപ്പയർ ചെയ്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെയും ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു ലക്കാണ്. നമുക്ക് മീൻസ് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ പല സ്റ്റുഡൻസും ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇത് വളരെ ലാഘവത്തോടെ പോകുന്ന ആൾക്കാരുണ്ട്. ഒരു ഇൻ്റർവ്യൂ രാവിലെ എഴുന്നേൽക്കുന്നു പോകുന്നു ഓൾറെഡി, എല്ലാവരും അങ്ങനെ അല്ല, പക്ഷെ അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പോൾ അവിടെ എനിക്കൊന്ന് ലക്ഷ്മി പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ, എന്തൊക്കെയായിരുന്നു? ഈ പറഞ്ഞതൊക്കെ തന്നെയാണോ? അതെ, മേ ബി കുറച്ചുകൂടെ അപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു ഏജ് ആയല്ലോ, അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഏജിൻ്റെ മെച്യൂരിറ്റി ആയിരിക്കും. അപ്പം ഇങ്ങനെ വെറുതെ പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ബോധം മനസ്സിലുണ്ട്, തിരിച്ചറിവുണ്ടായി. അതെ. അപ്പം ബാക്കി കുട്ടികളൊക്കെ ഒരു 10, 20, 21 വയസ്സല്ലേ ഉള്ളൂ. അപ്പം അവരുടെ ആ ഒരു ഏജിൻ്റെ എനർജിയാണത്. അവർക്കറിയില്ല ഇനി ഫസ്റ്റ് ജോബ് കിട്ടാൻ അത്ര എളുപ്പമല്ല, എസ്പെഷ്യലി കോളേജ് പ്ലേസ്മെന്റ് അല്ലാത്ത ഫസ്റ്റ് ജോബ് കിട്ടാൻ എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് അതറിയാവുന്നത് കൊണ്ടും എല്ലാം നല്ല പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? അതായത് നമ്മൾ തോക്കുന്ന ഇൻ്റർവ്യൂസിന്, ഇപ്പോൾ തോക്കുന്ന എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്, പക്ഷേ നമുക്ക് കിട്ടാതെ പോകുന്ന ഇൻ്റർവ്യൂസിന് അങ്ങനെ പറയാം. കിട്ടാതെ പോകുന്ന ഇൻ്റർവ്യൂസിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം പറയാൻ പറ്റാത്തത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കുമോ? അത് പഠിക്കും. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണേലും പഠിക്കും. പിന്നെ ചില സിൻടാക്സ് ഒക്കെ നമ്മളോട് എഴുതാൻ ചോദിച്ചാൽ ചിലപ്പോൾ എഴുതാൻ കിട്ടില്ല. അവർ പേപ്പർ വന്നിട്ട് എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോ സജഷൻ കുറേ ഉള്ളതുകൊണ്ട് തന്നെ വരും. അപ്പം എഴുതാൻ ചോദിക്കുമ്പോൾ അത് കിട്ടില്ല. അതാണ് കമ്പനി സംഘം റൗണ്ട് വെച്ചിരിക്കുന്നത്. കാര്യം എഴുതുമ്പോൾ നമുക്ക് അറിയാം കറക്റ്റ്. അത് എഴുതി തന്നെ പഠിക്കണം. ഞാൻ എഴുതി പഠിക്കുന്ന ആളാണ്, എഴുതി പഠിക്കുന്നുണ്ട്. എഴുതി തന്നെ പഠിച്ചാൽ കുറച്ചുകൂടെ നമ്മൾ അത് കാണുന്നുണ്ട്, നമ്മൾ എഴുതുന്നത് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ മൈൻഡിൽ കുറച്ചുകൂടെ രജിസ്റ്റർ ആവും. എഴുതി പഠിക്കുന്നത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്. എഴുതി പഠിച്ചാൽ കുറച്ചുകൂടെ നമ്മുടെ മൈൻഡിൽ അത്. അപ്പോൾ പ്രോഗ്രാംസ് ഓരോന്നും എടുത്തിട്ട് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ നമ്മൾ റെക്കോർഡിലൊക്കെ എഴുതിക്കൊണ്ട് അതുപോലെ എഴുതും, സിൻടാക്സസ് ഉൾപ്പെടെ അങ്ങ് എഴുതും. ഓക്കെ. അപ്പോൾ ഈ ഇന്റർവ്യൂവിനൊക്കെ പൊക്കോണ്ടിരുന്നപ്പോൾ എളുപ്പമാണ് അങ്ങനെയൊക്കെ എഴുതാനൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ. അപ്പം ഈ മിക്ക ഇന്റർവ്യൂസിനും ഒരു ആദ്യത്തെ റൗണ്ട് ടെക് ഇന്റർവ്യൂ തന്നെ ആയിരിക്കും അല്ലേ? ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിയുമ്പോഴത്തേനും ഓഫ് ക്യാമ്പസ് ഡ്രൈവിനൊക്കെ. അപ്പോൾ അവരാദ്യം ചോദിക്കുന്ന ഒരു പ്രോഗ്രാം എഴുതി കാണിക്കാണ്ടിരിക്കും. എന്തൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്ന റൗണ്ട്സ്? എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്? എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മളോട് ഓരോ സിൻടാക്സ് എഴുതി കാണിക്കാൻ പറ്റും. ഇപ്പം പൈത്തൺ ഡേയ്സ് ആണ് ഒരു ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പം അങ്ങനെ സിൻടാക്സ് എഴുതി കാണിക്കാൻ പറ്റും. മെഷീൻ ടെസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ. പിന്നെ അതിനെ ബേസ് ചെയ്തിപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ്. അതെ. നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാം തന്നാൽ അത് എഴുതുന്നത്, നമ്മളിപ്പോൾ ഒരു കോഡ് എഴുതി, ഒരു പ്രോഗ്രാം കോഡ് എഴുതിയിട്ട് ഇതിങ്ങനെ വന്നിരുന്നെങ്കിൽ അവർ വേറെ അതിന്റെ പോസിബിലിറ്റീസ് പറയും. അപ്പം നമ്മൾ അതിങ്ങനെ ഇങ്ങനെ വന്നിരുന്നത് എങ്ങനെയായിരിക്കും അപ്പോൾ കോഡ് പോകുന്നത്, അതിന്റെ ലോജിക്ക് എന്താ, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇപ്പോൾ ഈ കരിയർ ഒരു ബ്രേക്കൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ പല റീസൺസ് കാരണം ബ്രേക്കൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരിൽ നിന്ന് ലക്ഷ്മി വ്യത്യസ്തയാണ് ആക്ച്വലി. പലരും ഇനിയൊന്നും ചെയ്യാൻ ഇനി എനിക്കൊരു അംഗത്തിന് വാല്യൂ ഇല്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? സോക്കോൾഡ് ഉപദേശങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അല്ല, അത് പറയാനുള്ള എല്ലാ റൈറ്റും ലക്ഷ്മിക്കുണ്ട്, ബിക്കോസ് യു ഡിഡ് സംതിങ് റിയലി ഗുഡ്. അപ്പോൾ അത് ലക്ഷ്മിക്ക് അറിയാവുന്ന കാര്യമില്ല, പക്ഷേ ലക്ഷ്മി സംസാരിക്കുമ്പോൾ ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ടിരിക്കുന്ന ആളാന്ന് തോന്നുന്നു. പക്ഷേ ശരിക്കും യു ഡിഡ് സംതിങ് റിയലി ഗ്രേറ്റ്. അപ്പോൾ അവരോട് എന്തൊക്കെയായിരിക്കും പറയാനുള്ളത്? അപ്പം നമുക്കൊരു ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയില്ല, നമുക്കൊരു ഗോൾ. അപ്പം ഇപ്പം ഇപ്പം എനിക്കാണേലും ഇത്രയും പ്രായമായാലും നമ്മുടെ ആഗ്രഹങ്ങളൊന്നും കുറയ്ക്കില്ല. ഇത്രയ്ക്കുള്ള പ്രായമൊന്നും ആയിട്ടില്ല, എന്നാലും അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട്
മീൻസ് വർക്ക് ചെയ്യാൻ പറ്റുമോ. കറക്റ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജോബ് വേണമായിരുന്നു. അതിന് എന്തൊക്കെ ഓബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്തു പോകാനുള്ള ഒരു വഴി ഞാൻ കാണും. ഇപ്പോഴാണെങ്കിലും ഞാനും ഹസ്ബൻഡും മോളും, ഞാൻ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഞങ്ങളുടെ 3 പേരും എങ്ങനെ സംഭവം ഞങ്ങളത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു എയിം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു എയിം സെറ്റ് ചെയ്യുക. പിന്നെ നമ്മളൊരു ജോബ് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പം ഗേൾസ് ആണെങ്കിൽ ജോബ് കഴിവതും റിസൈൻ ചെയ്യാതെ അല്ലെങ്കിൽ വിടാതെ ഇരിക്കുക. കിട്ടിയ ജോബ് കളയരുത്. അങ്ങനെ ഒരു അല്ലെങ്കിൽ എപ്പോഴും ഒരു ജോബ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതെ അതെ. ഓക്കെ. അങ്ങനെ ഒരു എയിം സെറ്റ് ചെയ്യുക. വെറുതെ അങ്ങനെ എങ്ങനെയൊക്കെ ജീവിച്ചു പോവാതെ എയിം സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോൾ കാര്യങ്ങൾ ലൈഫിലൊക്കെ ഹാപ്പിയാണോ? എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടോ? ഹാപ്പിയാണ്. എൻ്റെ ഓഫീസ് ആണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ കമ്പനിയെ പറ്റി പറഞ്ഞില്ല, എങ്ങനെയുണ്ട് ഇപ്പോൾ എത്ര മാസമായി കയറിയിട്ട്? 1 year ആറായോ? ഇല്ല, ഇപ്പോൾ 7 months. 7 months ആയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ട്രെയിനിങ് പ്രൊബേഷൻ പീരീഡ് എല്ലാം കഴിഞ്ഞു, കൺഫർമേഷനൊക്കെ അടുത്തിടയ്ക്ക് ലെറ്ററൊക്കെ കൈ കിട്ടിയെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ കമ്പനി അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട്? നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ എനിക്കാണെങ്കിലും ഇപ്പം എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ആണെങ്കിലും വർക്ക് ഫ്രം ഹോം ഒക്കെ തരുന്നുണ്ട്. അപ്പം അവിടുത്തെ HR ബിനിത, പിന്നെ പ്രൊജക്ട് മാനേജർ ഹസ്ന, പിന്നെ അവർ ഒരുപാട് സപ്പോർട്ടീവാണ്. അപ്പം കുട്ടികളല്ലേ, അപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ചാൽ തരുന്നുണ്ട്. നമ്മൾ പണിയെടുത്താൽ മതി, അങ്ങനെ ചെയ്യുമെന്ന് അവർക്കറിയാം. ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല വർക്കിംഗ് കൾച്ചറാണ്. ഒരുപാട് സീനിയേഴ്സ് ഒക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടീവാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് പൈത്തൺ ആണ് ഇവിടെ പഠിച്ചത്, ജാങ്കോ ആണ് ഫ്രെയിം വർക്ക് പഠിച്ചത്. പക്ഷെ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് പൈത്തൺ ജാങ്കോയിലല്ല, ഓഡുവിലാണ്. ഓഡു പൈത്തൺ ഉപയോഗിച്ചാണ് നമ്മൾ, പൈത്തൺ ആണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അല്ലേ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി? പൈത്തൺ ആണ്. അപ്പോൾ അവിടെയും ഒരു പുതിയ കാര്യം പഠിക്കണമെന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് എപ്പോഴും ഈ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റണേ? അതായത് അതിനൊരു മനസ്സ് വേണ്ടേ ശരിക്കും പറഞ്ഞാൽ? മനസ്സുണ്ട്. ഇഷ്ടമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, ഇഷ്ടമാണ്. എപ്പോഴും എന്നിട്ടാണെങ്കിലും എനിക്ക് പണ്ട് ഇത് കൂടാതെ എനിക്ക് വയലിൻ പഠിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. സൺഡേ ഞാൻ വയലിൻ ക്ലാസ്സിനും പോകുന്നുണ്ട് ഇതിനിടയ്ക്ക്. വണ്ടർഫുൾ. ഓക്കെ. അപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ കുഞ്ഞിനെ നോക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു, അതിനെപ്പറ്റി കൂടെ പറയുമെന്നാൽ. അപ്പം ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് എന്നെ ഇച്ചിരി മോട്ടോർ എന്തൂസിയസ്റ്റ് ആണ്. അപ്പം വണ്ടികളുടെ റിവ്യൂ അങ്ങനെയൊക്കെ. എൻ്റെ അച്ഛൻ ബസ് ഡ്രൈവർ ആയിരുന്നു, ഇപ്പം ടാക്സി ഒക്കെ ഓടിക്കുന്നു. അപ്പം പൊതുവെ ഇച്ചിരി വണ്ടി ഉണ്ട്. അപ്പം അങ്ങനെ മോട്ടോർ റിവ്യൂസ് ഒക്കെ ചെയ്യായിരുന്നു. അപ്പം ആ ഒരു സമയത്തും മൈൻഡ് വേറെ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഇപ്പം വർക്ക് സ്ട്രെസ്, ഇപ്പം നമുക്കറിയാം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ അതിനായിട്ട് സ്ട്രെസ് ചെയ്താൽ നമുക്ക് ഇതായിപ്പോവും, അപ്പം അതുകൊണ്ട് വയലിൻ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ, വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല, എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ നോക്കാറുണ്ട്. ഓക്കെ. ഇനി എനിക്കിപ്പം സംസാരിക്കുമ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര ഒരു ഫൈറ്റർ മൈൻഡ് സെറ്റ് ഉള്ളതാണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ബിടെക്കിന് പഠിച്ചിറങ്ങി, കഷ്ടപ്പെട്ട് ജാവ പഠിച്ചു, ഫസ്റ്റ് ജോബ് കിട്ടി, അത് പോയി. അത് കഴിഞ്ഞിട്ട് നോൺ IT ഒരു കമ്പനി കയറി, അവിടുന്ന് ഇറങ്ങേണ്ട വന്നു, നൈറ്റ് ഷിഫ്റ്റൊക്കെ വർക്ക് ചെയ്തു, കല്യാണമായി, അത് കഴിഞ്ഞ് കുട്ടിയായി, അത് കഴിഞ്ഞ് കോവിഡ് വരുന്നു, കംപ്ലീറ്റ് കേരള തകിടം മറിയുന്നു, എന്നിട്ടും വീഴുന്നില്ല. അവിടുന്ന് എവിടെയൊക്കെ ലക്ഷ്മി വീഴാൻ പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് ഓടി ഫാസ്റ്റ് ഓടിയായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഫൈറ്റർ ആറ്റിറ്റ്യൂഡ് ആക്ച്വലി എന്നോട്ടാണ് മനസ്സിലുള്ളത്? അതോ ഇത് എപ്പോഴാണ് ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി? അതോ ശരിക്കും ആദ്യം ചെറുപ്പത്തിലെ പോലെ ലക്ഷ്മി ഇങ്ങനെയാണോ? ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റി എനിക്ക് ഒന്നും അങ്ങനെ നമ്മളെ ഒന്നും ബാക്കിലോട്ട് നിർത്തണ്ട, എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യണം എന്നുണ്ട്. അതായത് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യണം എന്നുണ്ട്. നമ്മളെന്തിനാ ജീവിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും അതിന് വേണ്ടിയിട്ടല്ലേ. ഇപ്പം നമ്മുടെ പേരൻസ്, അവർക്ക് നമ്മളെ കുറിച്ച് കുറേ ഡ്രീംസ് ഒക്കെ കാണുമല്ലോ. അപ്പം നമ്മളതെല്ലാം അച്ചീവ് ചെയ്യാൻ നോക്കാറുണ്ട്. ഞാനൊരു സെൽഫ് പ്ലീസറാണ്. എനിക്ക് എൻ്റെ ഒരു സമാധാനം, എൻ്റെ ഒരു ആഗ്രഹങ്ങൾ, സാഫല്യം എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ളവരും നമ്മളെ കൊണ്ട് ഹാപ്പി ആവുള്ളൂ. ആ ഒരു മെന്റാലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇപ്പോൾ ലൈഫ് ഓൾമോസ്റ്റ് ട്രാക്കിൽ കയറി എന്ന് തോന്നുന്നുണ്ടോ? ട്രാക്കിൽ കയറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ബ്രേക്സ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ടെക്നോളജി പഠിച്ചു, ഒരു ജോബിലേക്ക് എത്തി, നല്ല കമ്പനി, അത്യാവശ്യം ഭേദപ്പെട്ട സാലറി, ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ എന്താണ് ലൈഫിൽ ഇനിയിപ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ? അതായത് കരിയർ വൈസും അല്ലെങ്കിൽ പേഴ്സണലിയും എന്തൊക്കെയാണ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള കാര്യങ്ങൾ? എൻ്റെ ഹസ്ബൻഡിനൊരു ഇവിടെ ഒരു 3-4 years
ട്രാൻസ്ഫർ ഇല്ലാതെ കൊച്ചിയിൽ തന്നെ കാണും. ഓക്കെ. അപ്പം ആ ഒരു സമയം കൊണ്ട് എനിക്ക് എൻ്റെ കരിയർ ഒന്ന് ബിൽഡ് ചെയ്യണം. ഒരു 3-4 ഇയേഴ്സ് കൊണ്ട് ഇപ്പം ഒരു അത്യാവശ്യം ഡെവലപ്മെൻറ്റിലൊക്കെ ഒരു നല്ലോണം ഒന്ന് പച്ച പിടിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ആ ഒരു സമയം എനിക്ക്, പിന്നെ നമുക്കിപ്പം വേറെ എവിടെ പോയാലും വർക്ക് ഫ്രം ഹോം ആണെങ്കിലും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എത്രത്തോളം വർക്കാവും എനിക്കറിയത്തില്ല. എന്നാലും നമ്മുടെ കയ്യിലാവും. നമ്മുടെ കൺട്രോൾ. ഗ്യാപ്പ് നമുക്ക് എനിക്ക് ഇത്രയും വന്ന ഒരു ഗ്യാപ്പ് എനിക്ക് കവറപ്പ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഒരു 5 ഇയേഴ്സ് എനിക്ക് ഇവിടെ സ്റ്റേബിൾ ആവണം. മോളെയും ഇവിടെ തന്നെ അവളുടെ എഡ്യൂക്കേഷനും കുറച്ചുകൂടെ പോകും. പ്രൈമറി എല്ലാം കംപ്ലീറ്റ് ആവും. ഇപ്പം അത്രയും വരെ ഉള്ളൂ മൈൻഡിൽ. ബാക്കി എങ്ങോട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ എങ്ങനെയൊക്കെ ഓടിപ്പോകും, നടക്കിയോളും. ഓക്കെ. അപ്പോൾ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ടിൻ്റെ പേര് പറയുമ്പോൾ ഹസ്ബൻഡ് അരവിന്ദിൻ്റെ കാര്യവും മോളുടെ കാര്യവും, അരവിന്ദിൻ്റെ കാര്യം എസ്പെഷ്യലി വളരെ എടുത്തു പറഞ്ഞു. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം, മനസ്സിലാവാൻ പറ്റും. അതുപോലെ തന്നെ ആണ് നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ, അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു കരിയറിൻ്റെ എൻറ്റയർ ഡ്യൂറേഷനിൽ? ഇപ്പോൾ കോളേജ് പഠിക്കുന്ന സമയത്താണെങ്കിലും ഫാദർ മദർ അല്ലെങ്കിൽ സിബ്ലിങ്സ്, അവരുടെ സപ്പോർട്ട് എത്രത്തോളം ലക്ഷ്മി കിട്ടിയിട്ടുണ്ട്? അതെങ്ങനെയാണ് കരിയറിനെ ഒരു പോസിറ്റീവായിട്ട് ബാധിച്ചത്? അവർ ഇപ്പം അമ്മയച്ഛനും അവർക്ക് പറ്റുന്ന രീതിയിൽ എന്നെ പഠിപ്പിച്ചു. അപ്പം അവരുടെ ഒരു കുട്ടിക്കാലമൊക്കെ വെച്ച് നോക്കുമ്പം എന്നെ ഇങ്ങനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി സ്ട്രഗിൾ തന്നെയായിരുന്നു. മീൻസ് നല്ല രീതിയിൽ പഠിപ്പിച്ചു. അപ്പം അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും പഠിപ്പിച്ചിട്ട് അത് ഞാൻ വെറുതെ വീട്ടുകാര്യം മാത്രം നോക്കി, അതൊരു ചെറിയ കാര്യമല്ല, പക്ഷെ അത് മാത്രം ആയിട്ട് ഒതുങ്ങരുത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവരിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഫിസിക്കലി അവരുടെ ഒരു പ്രസൻസ് എനിക്ക് ഇപ്പം ഇല്ല. മീൻസ് അവർ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കും, ഇവിടെ നിൽക്കാൻ വിളിക്കും. പക്ഷെ അമ്മയ്ക്കും വർക്കിംഗ് ആയതുകൊണ്ട് അമ്മയ്ക്ക് പോകണം. ബാക്കി എല്ലാ രീതിയിലും അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കഴിയുന്ന രീതിയിൽ ഇപ്പോഴും. പിന്നെ ഹസ്ബൻഡ് അച്ഛനും അമ്മയാണെങ്കിലും, ഞാൻ മോളെ ഡെലിവറി ആയിരുന്ന സമയത്ത് ബെഡ് റെസ്റ്റ് വേണമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു, ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്ന, കോട്ടയത്ത്. അപ്പം ആ ഒരു ടൈമിലും അത് ഞാൻ ഡെലിവറി കഴിഞ്ഞു എല്ലാം എന്നെ കുഞ്ഞിനെ എല്ലാം നോക്കിയത് അവർ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കും മീൻസ് മോളെ ഒന്ന് സേഫായിട്ട് നോക്കിയിട്ട് ഞാൻ ജോലിക്ക് പോകുന്നതിനൊന്നും അവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഏട്ടനും അവൈലബിൾ ആണ്. രാവിലെ ഞാൻ മോളെ സ്കൂളിലാക്കിയിട്ട് പോകും. അപ്പം ഏട്ടൻ പിന്നെ നൈറ്റ് ഉള്ളി ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റ് മാത്രമായിട്ട് ഇപ്പം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം മോള് വരുമ്പോഴത്തേക്കും ഏട്ടൻ ഉണ്ടാവും അവിടെ. അപ്പം അങ്ങനെ ഞങ്ങളൊരു 50-50 ആയിട്ട് ഒരു ബാലൻസിലാണ് അങ്ങനെ പോകുന്നത്. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മളിവിടെ വരുന്ന എല്ലാവരോടും ചോദിക്കാറുള്ളതാണ്. അതായത് കരിയറിൽ, ലക്ഷ്മിയുടെ കരിയറിൽ വരുത്തിയിട്ടുള്ള 2 മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് പറയാമോ? അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്തെടുത്തത്? പിന്നീട് ഈ മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ തന്നെ വരുത്തിയതായിരിക്കണം എന്നില്ല, പാസീവ് മിസ്റ്റേക്സും ആവാം, നമ്മൾ അറിയാതെ വരുത്തിയതും അറിഞ്ഞു വരുത്തിയതും ആവാം. അവൻ മിസ്റ്റേക്ക് വരുത്താൻ പോകുന്ന പറഞ്ഞ് വരുത്തിയതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബട്ട് സ്റ്റിൽ അറിയാതെ വരുത്തിയതാവാം, സാഹചര്യങ്ങളാവാം. അപ്പോൾ അങ്ങനത്തെ 2 മിസ്റ്റേക്സ് പറയാമോ? അത് ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സെയിം മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കത് ചിലപ്പോൾ ആർക്കെങ്കിലും കറക്റ്റ് ചെയ്യാൻ തോന്നിയാലോ? എനിക്ക് ആദ്യം തോന്നുന്നത്, മീൻസ് ഞാനിപ്പോൾ എനിക്ക് ആദ്യത്തെ ജോബിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പം ഞാൻ എൻ്റെ കരിയർ പാത്ത് വിട്ടിട്ട് വേറൊരു പാത്തിൽ ജോബ് സ്വിച്ച് ചെയ്തു. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട്, മീൻസ് വേറെ IT ഫീൽഡ് തന്നെ നോക്കായിരുന്നു. അപ്പം എനിക്ക് അന്നപ്പോൾ അത്രയും ആ ഒരു സമയത്തെ തോന്നല്, അപ്പം അത്രയും എടുത്തിയായിട്ട് ജോബ് സ്വിച്ച് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. അപ്പം അത്രയും ഗ്യാപ്പ് വന്നല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കരിയർ സ്വിച്ച് പെട്ടെന്ന് വേറൊരു ജോബിലേക്ക് സ്വിച്ച് ചെയ്യരുത്, എനിക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ കഴിവതും എല്ലാവരും ഒഴിവാക്കുക. ഡെഫിനറ്റ്ലി യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ലക്ഷ്മി ഫോർ കമ്മിങ് ഇൻ ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് യുവർ സെൽഫ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കരിയറിൽ ഗ്യാപ്പ് ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും വീണ് പോകുന്ന ആൾക്കാർ കേൾക്കേണ്ട എപ്പിസോഡായിരുന്നു ഇത്. ഇതുവരെ കേട്ടവർക്ക് ഒരു വലിയ ഷൗട്ട് ഔട്ട്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ലക്ഷ്മി. താങ്ക് യു സോ മച്ച് സർ.